ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലായി. ആരെങ്കിലും ഉണ്ടാക്കും? അത് ആരുണ്ടാക്കി? KS ഹരിഹരന്റെ പ്രസംഗം UDFന് വലിയ തിരിച്ചടിയായി. വടകരയിലെ പ്രചരണത്തിൽ മുന്നണിക്കുണ്ടായ നേട്ടത്തെ ആകെ തകിടം മറിക്കുന്നതായി ഹരിഹരന്റെ പ്രസംഗം മാറി. ആർക്കും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല പ്രസംഗം. കോഴിക്കോട് DCC പ്രസിഡന്റ് കടുത്ത ഭാഷയിൽ വിമർശിച്ചു. സംഘാടകൻ എന്ന നിലയിൽ മാപ്പ് പറഞ്ഞു. എത്ര ഖേദം പ്രകടിപ്പിച്ചാലും ഒരിക്കലും പാടില്ലാത്ത പരാമർശം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ഈ പരിപാടിയുടെ സംഘാടന നിലക്ക് ആ പരാമർശം ഏതെങ്കിലും സഹോദരരുടെ മനസ്സ് വേദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു. അതിലും ശക്തമായി തള്ളിപ്പറഞ്ഞു KK രമ. RMB നേതാവ് സഖാവ് KS ഹരിഹരൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റായ പരാമർശം, സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം, അത് തീർത്തും തെറ്റാണ്. അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് RMBയുടെ അഭിപ്രായം. ഫേസ്ബുക്കിലൂടെ നടത്തിയ ക്ഷമാപണം ഒന്നുകൂടി ആവർത്തിച്ച് തെറ്റേറ്റു പറഞ്ഞു KS ഹരിഹരൻ. കാരണം ഞാൻ പ്രസംഗിച്ച അതേ വേദിയിലാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന 13 കൊല്ലം കേരളത്തിലെ MLA ആൾ കൊടും വിഷമാണെന്ന് DYFയുടെ നേതാവ് ഒന്ന് പ്രസംഗിച്ചത്. അപ്പൊ എല്ലാവരുടെ കാര്യത്തിൽ ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത് നല്ലതാണ്. വാക്കുകളൊക്കെ നന്നായി നോക്കി പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്റെ ഭാഗത്തിൽ തെറ്റ് വന്നു എന്നുള്ളതുകൊണ്ട് ഞാനത് ബോധ്യപ്പെട്ട് തിരുത്തിയിട്ടുണ്ട്. ഞാൻ ഭാവിയിൽ അതേക്കുറിച്ച് ഒരു ലേഖനം എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കുറെ കൂടി വിശദമായിട്ട് ചെയ്യാം. UDFും RMBയും വിവാദം തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലത് എന്ന വാദവുമായി ഇടത് സംഘടനകൾ രംഗത്ത് വന്നു. കേസ് കൊടുത്തു DYFI. ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ചർച്ച സജീവമാക്കി നിലനിർത്തുകയാണ് അവർ. KS ഹരിഹരന്റെ പ്രസംഗം UDFിനുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. MM മണിയെയും വിജയരാഘവനെയും ഉപയോഗിച്ച് LDFിനെ കടന്നാക്രമിക്കുന്ന UDF ഇനി കരുതിയിരിക്കേണ്ടി വരും. മറുപടിയായി KS ഹരിഹരന്റെ പ്രസംഗം UDFിന് നേരെ LDF ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും തീർച്ച. CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.